ഹായ് വെൽക്കം ബാക്ക് ടു ഫാഷൻ മേക്ക് ഡിസൈൻസ്. കുറച്ചധികം ടൈം എടുത്തിട്ടുള്ളൊരു റീസ്റ്റോക്ക് വന്നൊരു കളക്ഷനാണ് കാണാൻ പോവുക. ഇതെനിക്ക് തോന്നുന്നു ഒരു 5-6 മാസമെങ്കിലും ആയി കാണുന്നുണ്ട്. അതായത് ഈ ഒരു വർക്ക് കുറച്ച് ടൈം എടുക്കുന്ന വർക്കാണെന്നേ പറഞ്ഞായിരുന്നു. ലിമിറ്റഡ് പീസിൽ വരെ നമ്മളത് ചെയ്തത്. പ്രീമിയം ആയിട്ടുള്ള PV സിൽക്ക് ഫാബ്രിക്കിൽ പ്രീമിയം ലേസ് ബോർഡറൊക്കെ ചെയ്തിട്ടുള്ള അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ്. ടോപ്പിലധികം സിമ്പിൾ ലുക്കാണെങ്കിലും വളരെ പ്രീമിയം ലുക്കിൽ വരുന്ന ദുപ്പട്ടയാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അന്ന് ചെയ്ത അതേ കളേഴ്സിൽ തന്നെയാണ് റീസ്റ്റോക്ക് വന്നിരിക്കുന്ന ഒരു നല്ല പക്ക റെഡ് എന്ന് പറയത്തില്ല, കുറച്ചൊരു മച്ചന്താര ബ്ലെൻഡ് വരുന്ന ഒരു കളർ ഷെയ്ഡ്, റെഡ് ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ വന്നേക്കുന്ന ഈ ഒരു നമ്മുടെ ഫേവറേറ്റ് വയലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ടോക്യോസ് ബ്ലൂവും ഗ്രീൻ്റെയും ബ്ലണ്ടഡ്, എന്നാൽ ബ്ലൂ ഹൈലൈറ്റഡ് ആണ്. ഇത് ഓഫ് വൈറ്റ് ആണ്. ഇത് എപ്പോഴും നമുക്ക് വേണ്ട കളർ ഷെയ്ഡാണ്. ക്രിസ്മസ് സ്പെഷ്യലൊക്കെ ആയിട്ട് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ കളർ നമ്മൾ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കളർ എന്ന് പറഞ്ഞ ഒരു ലൈറ്റ് ലെമൺ ഷെയ്ഡാണ്. അതായത് ഒരു ചെറിയ യെല്ലോയുടെയും ഗ്രീൻ്റെയും ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഞാൻ ഇട്ടേക്കുന്ന കളർ ഷെയ്ഡ് തന്നെ പറയാം. ഇത് നമുക്ക് വേണമെങ്കിൽ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യാം. പക്ക റെഡ് അല്ല, ഒരു മെജന്ത ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു റെഡ് ആണ്. എന്നാലും നമുക്കത് ക്രിസ്മസിനും എടുക്കാം. ഈ ഒരു ദുപ്പട്ട നോക്കിയാൽ പ്രീമിയം ഫാബ്രിക് ആണ്, സിൽക്ക് ഫാബ്രിക്കിലാണ് ആപ്ലിക്ക് ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട ആ ആപ്ലിക്കൽ അതിലും കുറച്ചുകൂടെ ഹെവി സ്റ്റൈലിലാണ് ഇതിൽ വന്നിരിക്കുന്നത്. ദുപ്പട്ടയാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ്. ദുപ്പട്ടയിൽ മാത്രമേ നമ്മൾ ആപ്ലിക്ക് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വരും ദുപ്പട്ട വന്നിട്ട്. ബോർഡേഴ്സ് സ്കാലപ്ഡ് ആണ്, ഒരു ബോർഡറാണ് ആ ഒരു സ്കാലപ്പ് പോലെയൊക്കെ വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ലുക്ക്. സോ ഈ ഒരു കളറിൽ ലുക്ക് ഇതേപോലെ വരും. ഈ ഒരു വയലറ്റ് കളർ ഷെയ്ഡിൽ വർക്ക് പാറ്റേൺ സെയിം നല്ല ഫാബ്രിക് ആണ്. നമുക്ക് സമ്മർ ബേസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രീമിയം ഫാബ്രിക് ആണ്. പ്രീമിയം PV സിൽക്ക് അല്ലെങ്കിൽ റോമൻ സിൽക്ക് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഫാബ്രിക് ആണ്. ദുപ്പട്ട സിൽക്ക് ബേസ്ഡ് ആണ്. ഈ ഹെവി ആപ്ലിക്ക് വന്നേക്കുന്നത് സാൻറ്റൂൺ ഫാബ്രിക്കിലാണ് ബോട്ടം. അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത് ഈ ഒരു ലെമൺ ഷെയ്ഡാണ്. അതായത് ലെമൺ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടി ഒരു യെല്ലോയിഷ് ഗ്രീൻ, ആ ഗ്രീൻ ഷെയ്ഡിനാണ് കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ ലൈറ്റ് യെല്ലോടെ ആ ഒരു ബ്ലെൻഡും കൂടെ വരുന്ന ഒരു കളർ ഷെയ്ഡാണ്. എപ്പോഴും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പോലത്തെ ഒരു വെറൈറ്റി ഷെയ്ഡാണ്. കുറച്ചും കൂടെ അതായത് പ്രീമിയം ഫാബ്രിക്കിലൊക്കെ വരുന്ന പോലത്തെ ഒരു യെല്ലോ. ഓരോ ഫാബ്രിക്കിലും വരുന്ന ഓരോ കളേഴ്സിനും അതിൻ്റെതായ ഡിഫറൻസ് വരുന്നുണ്ട്. ഓരോ ടസറി കാണുന്നതും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ബട്ടർ സിൽക്കിൽ വരുന്നതും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സുകളാണ്. ഇതും ചെറിയൊരു പ്രീമിയം ലുക്കിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ്. സാൻഡൂൺ ബോട്ടം 1480 പ്രൈസ്. ഓഫ് വൈറ്റ്, പ്യുർ ഓഫ് വൈറ്റ് കളർ ഷെയ്ഡ്. പ്രീമിയം ലുക്ക് തന്നെ വരും ഈ ഒരു കളർ ഷെയ്ഡ് ഫുള്ളി വന്നു കഴിയുമ്പം. ഒത്തിരി ഓവറായിട്ട് തോന്നിക്കുകയില്ല, എന്നാൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ലുക്കാണ്. ആൻഡ് ഇതെല്ലാം ഓൺ ഡിസൈൻ ആണ്. അതുകൊണ്ട് 2.6 ടോപ്പ് ലെങ്ത്, ദുപ്പട്ട 2.4 വരുന്നുണ്ട്. ആൻഡ് സാൻഡൂൺ ഫാബ്രിക്കിൽ ബോട്ടം. സോ ഇതാണ് ലാസ്റ്റ് വൺ, നമ്മുടെ ടോക്യോസ് ബ്ലൂ കളർ ഷെയ്ഡാണ്. ബ്ലൂ ഗ്രീൻ ബ്ലൻഡ്, ബ്ലൂ ഹൈലൈറ്റഡ് ആണ്. വീഡിയോയിൽ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടാണ് ഈ ഒരു കളർ വരുന്നത്. അത്രയും ഡാർക്ക്നെസ് ഇല്ല, കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കും. ഇത്രയും കളർ ഷെയ്ഡ്സ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനിൽ വരുന്നത് സെയിം കളേഴ്സിൽ തന്നെയാണ് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത്. ഞാൻ യെല്ലോ പോലെ നിൽക്കുന്ന ആ ഷെയ്ഡ് മാത്രം പുതിയതാണെന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം കളർ ഷെയ്ഡ് തന്നെ. താങ്ക് യു.